ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ശബ്ദം എന്ന ടോപ്പിക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഫിസിക്സിലെ ശബ്ദം എന്ന ടോപ്പിക്കിൽ നമ്മൾ പഠിക്കേണ്ട SCERT ലെസൺസ് ഏതൊക്കെയാണെന്ന് ആദ്യം പരിചയപ്പെടുത്താം. ഓൾഡ് SCERT 8th സ്റ്റാൻഡേർഡിൽ ചാപ്റ്റർ 19 ശബ്ദം, അതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതുകൂടാതെ തന്നെ 9th സ്റ്റാൻഡേർഡിൽ 8th ലെസൺ ശബ്ദം, അത് ന്യൂ SCERT ആണ്. 9th സ്റ്റാൻഡേർഡിലെ 8th ലെസൺ ശബ്ദം എന്ന് പറഞ്ഞിട്ടൊരു ലെസൺ ഉണ്ട് ന്യൂ SCERTയിൽ. അതുപോലെ തന്നെ 10th സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് ലെസൺ ശബ്ദ തരംഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ലെസൺ ഉണ്ട്. അങ്ങനെ 3 ലെസണാണ് നമ്മൾ ഈ ശബ്ദവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കേണ്ടത്. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് 8th സ്റ്റാൻഡേർഡിലെ ഈ 19th ലെസൺ നോക്കാം. അപ്പോൾ ഈ ചാപ്റ്ററിലെ കണ്ടൻറ്റൊക്കെ തന്നെയാണ് 9th സ്റ്റാൻഡേർഡിലെ 8th ലെസൺ പുതിയ SCERTയിലും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം ഇതിൻ്റെ ബേസിക് ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 8th സ്റ്റാൻഡേർഡിലെ ഈ 19th ലെസൺ ശബ്ദം എന്ന ലെസൺ ഒന്ന് നോക്കാം. ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേ നോക്കിക്കോളൂ. ചാപ്റ്ററിൻ്റെ പേര് ശബ്ദം, 19th ചാപ്റ്ററാണ്, 8th സ്റ്റാൻഡേർഡിലാണ് കേട്ടോ ഇത്. നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കിപ്പോവാം. ഓക്കെ, ആദ്യം ശബ്ദ സ്രോതസ് എന്താണെന്ന് നോക്കാം. ശബ്ദ സ്രോതസ് അല്ലെങ്കിൽ സോഴ്സ് ഓഫ് സൗണ്ട്. എന്താണ് ശബ്ദ സ്രോതസ് എന്ന് പറയുന്നത്? ശബ്ദ സ്രോതസ് എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണോ ശബ്ദം ഉണ്ടാകുന്നത് അതിനെയാണ് എന്ത് പറയുക? ശബ്ദ സ്രോതസ് എന്ന് പറയുന്നത്. ശബ്ദ സ്രോതസ്സുകളിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ശബ്ദം ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ഏരിയയിലേക്ക് വരാം. മനുഷ്യനിർമ്മിത ശബ്ദ സ്രോതസ്സുകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ചെണ്ട പ്രകൃതിയാലുള്ള ശബ്ദ സ്രോതസ്സാണ് അല്ലേ. സ്വനപേടകം എന്ന് പറയുന്നത് പ്രകൃതിയാലുള്ള ശബ്ദ സ്രോതസ്സാണ്. അപ്പോൾ അങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ള വർക്കാണത്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ള ഭാഗത്തിലേക്ക് വരാം. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളാണ് ശബ്ദ സ്രോതസ്സുകൾ അല്ലെങ്കിൽ സോഴ്സ് ഓഫ് സൗണ്ട്. അപ്പോൾ വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദം പുറപ്പെടുവിക്കുന്ന വസ്തുക്കളെയാണ് ശബ്ദ സ്രോതസ്സുകൾ എന്ന് വിളിക്കുന്നത്. ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഈ ഭാഗത്തൊക്കെ. ഇനി ഒരു ശബ്ദ സ്രോതസ്സിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം സ്രോതസ്സുമായി ബന്ധപ്പെട്ട പല ഭാഗങ്ങളുടെയും കമ്പനങ്ങളുടെ ആകെ തുകയായിരിക്കും. എന്താ പറയുന്നത്? ഒരു ശബ്ദ സ്രോതസ്സിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം സ്രോതസ്സുമായി ബന്ധപ്പെട്ട പല ഭാഗങ്ങളുടെയും കമ്പനങ്ങളുടെ ആകെ തുകയായിരിക്കും. അതായത് ഇപ്പം നമ്മളുടെ സൗണ്ട് പുറത്തേക്ക് വരുമ്പോൾ നമ്മളുടെ സ്വനതന്തു, അതുപോലെ നമ്മളുടെ മൂക്ക്, നമ്മളുടെ നെയ്സൽ പാർട്സ് എല്ലാത്തിൻ്റെയും കൂടെ ഒരു ടോട്ടലായിട്ടുള്ള വൈബ്രേഷനാണ്. നമ്മുടെ ടങ്ങിൻ്റെയും ഒക്കെ ഒരു ടോട്ടൽ വൈബ്രേഷനാണ് എന്തെന്ന് പറയുന്നത്? നമ്മളുടെ പുറത്തേക്ക് വരുന്ന ശബ്ദം എന്ന് പറയുന്നത് അല്ലേ. സ്വനതന്തുക്കൾ ഉണ്ടായിരിക്കും, നമ്മളുടെ ടങ്ങിൻ്റെ ഭാഗം ഉണ്ടായിരിക്കും, നേസൽ സൗണ്ട് ആണെങ്കിൽ മൂക്കിൻ്റെ ഭാഗങ്ങളുണ്ടായിരിക്കും. അങ്ങനെ പല ഭാഗങ്ങളുടെയും ആകെ തുകയായിട്ടുള്ളൊരു കമ്പനത്തിൻ്റെ റിസൾട്ടാണ് നമ്മളുടെ ശബ്ദം. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അപ്പോൾ ഓരോ ശബ്ദ സ്രോതസ്സിനും ശബ്ദം ഉണ്ടാക്കുന്നതിനായി കമ്പനം ചെയ്യുന്ന ഒരു പ്രധാന ഭാഗം ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. ഓരോ ശബ്ദ സ്രോതസ്സിനും ശബ്ദം ഉണ്ടാക്കുന്നതിന് വേണ്ടി കമ്പനം ചെയ്യുന്ന ഒരു പ്രധാന ഭാഗം ഉണ്ടായിരിക്കും. അപ്പോൾ നോക്കിയേ, ശബ്ദ സ്രോതസ് തന്നിട്ടുണ്ട്. ശബ്ദ സ്രോതസ് സ്വനപേടകം, വോക്കൽ കോഡ്സ് ആണെങ്കിൽ കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗം ഏതാണ്? സ്വനതന്തു. അതുമായി അസോസിയേറ്റ് ചെയ്തിട്ട് കമ്പനം ചെയ്യുന്ന ഭാഗങ്ങളാണ് തൊണ്ട, ചുണ്ട് തുടങ്ങിയ ഭാഗങ്ങൾ. ഇനി ഓടക്കുഴലാണെങ്കിൽ വായു യൂപമാണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഓരോ കാര്യങ്ങൾ, ചെണ്ടയാണ് തന്നിട്ടുണ്ട്, വയലിൻ തന്നിട്ടുണ്ട്. വയലിനാണെങ്കിൽ സ്ട്രിങ് ആണ്, ചെണ്ടയാണെങ്കിൽ തുകലിൻ്റെ ഭാഗമൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് ഇവിടെ ഒരു കാര്യം തന്നിട്ടുണ്ട്. നൃത്തം ചെയ്യുന്ന പ്രകാശം എന്ന് കണ്ടോ? അവിടെ ഒരു ഏരിയ നമുക്ക് നോക്കാനുണ്ട്. എന്താണ്? വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വസ്തുക്കളുടെ കമ്പനം മൂലം ശബ്ദം ഉണ്ടാകുന്നത് പോലെ ശബ്ദത്തിന് വസ്തുക്കളെ കമ്പനം ചെയ്യിക്കാനും സാധിക്കും. വസ്തുക്കളുടെ കമ്പനം മൂലം ശബ്ദം ഉണ്ടാകുന്നത് പോലെ ശബ്ദത്തിന് വസ്തുക്കളെ കമ്പനം ചെയ്യാനും സാധിക്കും എന്നുള്ളതൊന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. എന്താണ് ആവൃത്തി എന്ന് പറയുന്നുണ്ട്. എന്താണ് ആവൃത്തി? എന്താണ്?
ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണത്തെയാണ് അതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനത്തിൻ്റെ എണ്ണത്തിനെയാണ് അതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത്. എന്താണ് ദോലനം എന്ന് ഉദ്ദേശിക്കുന്നത്? ടു ആൻഡ് ഫ്രോ മോഷനാണ്. ഇത് ഇവിടെ ഈ സിമ്പിൾ പെൻഡുലം വെച്ചിരിക്കുന്നതുണ്ടോ? ഈ സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടു ആൻഡ് ഫ്രോ മോഷനെയാണ് എന്ത് പറയുന്നത്? ദോലനം എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ പെൻഡുലം ഇങ്ങോട്ടും ആടും, അതുപോലെ തന്നെ തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ടും വരും അല്ലേ. അപ്പോൾ അതിൻ്റെ ടു ആൻഡ് ഫ്രോ മോഷനെയാണ് എന്ത് പറയുന്നത്? ദോലനം എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനത്തിൻ്റെ എണ്ണത്തിനെയാണ് അതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത്. ആവൃത്തി. ഓക്കെ, അപ്പോൾ ടു ആൻഡ് ഫ്രോ മോഷനാണ് ദോലനം എന്ന് പറയുന്നത്. ഒരു സെക്കൻഡിൽ ചെയ്യുന്ന ദോലനങ്ങളുടെ എണ്ണത്തിനെയാണ് അതിൻ്റെ ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്ന് പറയുന്നത്. ആവൃത്തിയ യൂണിറ്റ് എന്താണ്? ആവൃത്തിയ യൂണിറ്റ് ഹേർട്സ് ആണ്. ഇത് PYQ ആണ് കേട്ടോ. ആവൃത്തിയ യൂണിറ്റ് എന്താണ്? ഹേർട്സ് ആണ്. ആവൃത്തിയ യൂണിറ്റ് ഹേർട്സ് ആണ്. ക്യാപിറ്റൽ ലെറ്റർ H, സ്മോൾ ലെറ്റർ Z ആണ് അതിന് എഴുതാറ്. ഓക്കെ, ഇനിയും നെക്സ്റ്റ് ഭാഗത്തേക്ക് വരാം. ആവൃത്തി കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ദോലനങ്ങളുടെ എണ്ണം ബൈ സമയം. ദോലനങ്ങളുടെ അല്ലെങ്കിൽ കമ്പനങ്ങളുടെ എണ്ണം ബൈ സമയമാണ് ആവൃത്തി ഫ്രീക്വൻസിയുടെ F ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. F = N/T. ദോലനങ്ങളുടെ എണ്ണം ബൈ സമയം എന്നുള്ളതാണ് കണ്ടെത്തേണ്ട ഇക്വേഷൻ. ഇനി നോക്കിക്കോ, ഇവിടെ ഒരു പോയിന്റ് കൂടിയുണ്ട്. എന്താണ്? പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയും. എന്നാണ് പറയുന്നത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ ആവൃത്തി കുറയും. ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇനി അടുത്തൊരു പേജിലേക്ക് വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. കുട്ടികൾക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമാണ് എക്സ്പെരിമെൻ്റ് ഒന്നൊക്കെ പരമാവധി ഒഴിവാക്കി ചാപ്റ്റർ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഓക്കെ, ഇനി നോക്കി, ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റേതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യാൻ അനുവദിച്ചാൽ അത് അതിൻ്റേതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയെയാണ് അതിൻ്റെ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റേതായ ഒരു പ്രത്യേക ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ഫ്രീക്വൻസിനെയാണ് അതിൻ്റെ നാച്ചുറൽ ഫ്രീക്വൻസി അല്ലെങ്കിൽ സ്വാഭാവിക ആവൃത്തി എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കുക. പിന്നെ അതുപോലെ ഇവിടെ കുറച്ച് ട്യൂണിങ് ഫോർക്കൊക്കെ തന്നേക്കുന്നുണ്ടോ? അതിൽ നമ്മളുടെ സപ്തസ്വരങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ. സപ്തസ്വരങ്ങൾ സാ തൊട്ട് സരി ഗമ പദ നിസ കണ്ടോ. അപ്പോൾ ഇതിൽ അതിൻ്റെ ഫ്രീക്വൻസി ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. അതിൻ്റെ റേഞ്ച് എവിടെ നിന്ന് എവിടം വരെ പോകുന്നു എന്നുള്ളത് കേട്ടോ. അപ്പോൾ 256 മുതൽ 427 അല്ലേ. 427 നീ വരുന്നത് 480. ഓക്കെ, 480. പക്ഷെ തൊട്ടടുത്തൊരു പേജിൽ വേറെ രീതിയിലാണ് കാണിക്കുന്നത്. നമുക്ക് നോക്കാം. എന്തായാലും അടുത്ത ഭാഗത്തേക്ക് വരാം. ഇവിടെ കൊതുകിൻ്റെ ചിറകടി അല്ലെ കൊതുകിൻ്റെ പാട്ട് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എന്താണ് കൊതുകിൻ്റെ പാട്ടിനെ കുറിച്ച് പറയുന്നത്? എന്താണ്? കൊതുകുകളുടെ ചിറകുകൾ ഏകദേശം 500 ഹെർട്സിലും തേനീച്ചകളുടെ ചിറകുകൾ ഏകദേശം 300 ഹെർട്സിലുമാണ് കമ്പനം ചെയ്യുന്നത്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. കൊതുകുകളാണെങ്കിൽ 500 ഹെർട്സ് ആണ്, തേനീച്ചയാണെങ്കിൽ അത് 300 ഹെർട്സ് ആണെന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അവയുടെ ചിറകടി ഉണ്ടാക്കുന്ന ശബ്ദമാണ് ഒരു മൂളലായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ ചീവീടുകൾ ഇല്ലാത്തതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? സൈലന്റ് വാലിക്ക് ആ പേര് വന്നത്. അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണല്ലോ. ഇനി ശബ്ദ സവിശേഷതകളെക്കുറിച്ച് നോക്കാം. സ്ഥായിയും ഉച്ചതയെയും കുറിച്ചാണ് പറയുന്നത്. പിച്ചിനെ കുറിച്ചും ലൗഡ്നെസ്സിനെ കുറിച്ചും. ഓക്കെ, അപ്പോൾ എന്താണ് പിച്ച്, എന്താണ് ലൗഡ്നെസ് എന്ന് നോക്കാം. സ്ഥായി എന്നാൽ കേൾക്കുന്ന ശബ്ദത്തിൻ്റെ കൂർമ്മതയാണ് സ്ഥായി എന്ന് പറയുന്നത്. ചില ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ചെവിയിലേക്ക് അതിങ്ങനെ തുളഞ്ഞു കയറും അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക? അതിൻ്റെ പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, പിച്ച്. അപ്പോൾ പിച്ചിനെയാണ് സ്ഥായി എന്നാണ് അതിൻ്റെ മലയാളം വാക്ക് കേട്ടോ. അപ്പോൾ ഇത് ശബ്ദത്തിൻ്റെ ആവൃത്തിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്ഥായി കൂടിയ ശബ്ദം എന്ന് പറയുമ്പോൾ എന്താണ്? ആവൃത്തി കൂടിയ ശബ്ദമാണ്. ആവൃത്തി കൂടിയ ശബ്ദത്തിനാണ് എന്ത് ചെയ്യുന്നത്? സ്ഥായി കൂടുതൽ അല്ലെങ്കിൽ കൂർമ്മത കൂടുതലുള്ളതെന്ന് ആലോചിച്ച് വയ്ക്കുക കേട്ടോ. അപ്പോൾ ശബ്ദത്തിൻ്റെ കൂർമ്മത അഥവാ സ്ഥായിയുമായി ബന്ധപ്പെട്ട പട്ടികയാണ് നമ്മളോട് വിശകലനം ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എങ്ങനെയാണ്? പുരുഷ ശബ്ദവും സ്ത്രീ ശബ്ദവും തന്നിട്ടുണ്ട്. അതിൽ സ്ഥായി കൂടിയത് ഏതിനാണ്? സ്ത്രീ ശബ്ദത്തിനാണ്. അപ്പോൾ സ്ത്രീ ശബ്ദത്തിന് സ്ഥായി കൂടുതൽ എന്ന് പറയുമ്പോൾ സ്ത്രീ ശബ്ദത്തിന് എന്നും കൂടുതലാണ്, ആവൃത്തിയും കൂടുതലാണ് കേട്ടോ. ആവൃത്തിയും കൂടുതലാണ്. അതിൽ സ്ഥായി കുറഞ്ഞത് ഏതാണ്? പുരുഷ ശബ്ദമാണ്. പുരുഷ ശബ്ദത്തിന് സ്ഥായി കുറവാണ്, ആവൃത്തിയും കുറവാണ്. ഓർത്ത് വയ്ക്കുക. ഇനി കുയിലിൻ്റെ നാദവും അതായത് കുയിലിൻ്റെ ശബ്ദവും സിംഹത്തിൻ്റെ അലറലും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്ഥായി കൂടുതൽ ഏതിനായിരിക്കും?
കുയിലിനായിരിക്കും അല്ലേ? കുയിലിൻ്റെ ശബ്ദത്തിന് എന്തായിരിക്കും? സ്ഥായി കൂടുതലായിരിക്കും. അതുപോലെ സിംഹമാണെങ്കിൽ സിംഹത്തിൻ്റെ ശബ്ദത്തിന് സ്ഥായി കുറവാണ്. ഓർത്ത് വയ്ക്കേണ്ട പോയിന്റ് ഇതാണ്. സ്ഥായി കൂടുതൽ എന്ന് വെച്ചാൽ അവിടെ ആവൃത്തിയും കൂർമ്മതയൊക്കെ കൂടുതലാണെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി അടുത്തൊരു പേജിലേക്ക് നമുക്ക് പോവാം. അടുത്ത പേജിൽ പറയുന്നത് എന്തിനെക്കുറിച്ചാണ് നോക്കൂട്ടോ. നോക്കാം. ഓക്കെ, ഇതാ അടുത്ത പേജിലേക്ക് നമ്മൾ വന്നു. ഇവിടെ പുരുഷ ശബ്ദവും സ്ത്രീ ശബ്ദവും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താണ്? പ്രായപൂർത്തിയാകുന്നതോട് കൂടിയിട്ട് പുരുഷന്മാരുടെ സ്വനതന്തുവിൻ്റെ നീളം വർദ്ധിക്കുന്നു. എന്നാൽ സ്ത്രീകളുടെ സ്വനതന്തുവിന് കാര്യമായ മാറ്റം ഉണ്ടാകുന്നില്ല. സ്വനതന്തുവിന് നീളം കൂടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി കുറയും. നമ്മൾ പറഞ്ഞില്ലേ പെൻഡുലത്തിൻ്റെ നീളം കൂടുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ആവൃത്തി കുറയുന്നു. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. പുരുഷന്മാരിൽ എന്ത് ചെയ്യും? സ്വനതന്തുവിന് നീളം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്വനതന്തുവിന് നീളം കൂടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആവൃത്തിയും കൂർമ്മതയും ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ പുരുഷ ശബ്ദത്തിന് പൊതുവെ കൂർമ്മത കുറവായിരിക്കും. ക്ലിയർ ആയോ? പുരുഷന്മാരുടെ സ്വനതന്തുവിന് നീളം കൂടുകയാണ്. അപ്പോൾ അവിടെ അവരുടെ ആവൃത്തി, ആ ശബ്ദത്തിൻ്റെ ആവൃത്തി കുറയും, അതായത് കൂർമ്മതയും കുറവായിരിക്കുമെന്നാണ് അർത്ഥം. ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമ്മൾ പറഞ്ഞല്ലോ പെൻഡുലത്തിന് നീളം കൂടുമ്പോൾ എന്ത് ചെയ്യും? അതിൻ്റെ ആവൃത്തി കുറയുമെന്ന് പറഞ്ഞു. അതേ കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. പുരുഷന്മാരിൽ അവരുടെ ആ ഒരു പ്രായപൂർത്തിയാവുന്നതോട് കൂടിയിട്ട് അവരുടെ സ്വനതന്തുവിൻ്റെ നീളം വർദ്ധിക്കും. സ്ത്രീകളിൽ പക്ഷേ കാര്യമായ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് സ്ത്രീകളുടെ ശബ്ദത്തിന് കൂർമ്മതയും അല്ലെങ്കിൽ ആവൃത്തിയും ഒക്കെ കൂടുതലായിരിക്കും. പുരുഷന്മാരിൽ നേരെ തിരിച്ചായിരിക്കും. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ പോയിന്റ് കേട്ടോ. ഇനി നമുക്ക് ഈ ഭാഗത്ത് സപ്തസ്വരങ്ങളെക്കുറിച്ച് നോക്കാം. സംഗീതത്തിൽ സ്ഥായി എന്ന പദവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ് ശ്രുതി. സംഗീതത്തിലെ സപ്തസ്വരങ്ങളും ആവൃത്തിയും ബന്ധപ്പെടുത്തിയ പട്ടിക നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊന്ന് നോട്ട് ചെയ്താൽ മതി. ഇതിൻ്റെ റേഞ്ച് ഒന്ന് നോട്ട് ചെയ്താൽ മതി. 256 ഹെർട്സ് മുതൽ 480 ഹെർട്സ് വരെയാണ് ഈ ഒരു സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ആവൃത്തി. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. 256 to 480 ഹെർട്സ് ആണെന്നുള്ളത്. ഇനി നമുക്കിവിടെ നോക്കേണ്ടത് ലൗഡ്നെസ്സിനെ കുറിച്ചാണ്. എന്താണ് ഉച്ചത അല്ലെങ്കിൽ ലൗഡ്നെസ്? എന്താണ്? ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവിനെയാണ് ഉച്ചത എന്ന് പറയുന്നത്. ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവിനെയാണ് ഉച്ചത അല്ലെങ്കിൽ ലൗഡ്നെസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പതുക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ ഉച്ചത കുറവായിരിക്കും. കുറച്ച് ലൗഡായിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ എന്താ? ലൗഡ്നെസ് കൂടുതലാണെന്ന് നമുക്ക് പറയാം അല്ലേ? ഉച്ചത കൂടുതലാണ്. അപ്പോൾ ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവിനെയാണ് ഉച്ചത എന്ന് പറയുന്നത്. ഇത് പ്രധാനമായിട്ടും കമ്പന ആയതിയെയും ചെവിയുടെ ഗ്രാഹ്യതയെയും ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ ചിലർക്ക് കണ്ടില്ലേ പതുക്കെ പറഞ്ഞാൽ എന്താ? കേൾക്കില്ല അല്ലേ? പ്രത്യേകിച്ച് പ്രായമായവർക്കൊക്കെ എന്ത് ചെയ്യില്ല? പതുക്കെ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പോൾ അവരുടെ ചെവിയുടെ ഗ്രാഹ്യത എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കും. അപ്പോൾ ലൗഡ്നെസ് എന്ന് പറയുന്നത് ശബ്ദം ഒരാളിൽ ഉണ്ടാക്കുന്ന കേൾവി അനുഭവത്തിൻ്റെ അളവിനെയാണ് ഉച്ചത എന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കണം പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? ഉച്ചതയുടെ യൂണിറ്റ് ഡെസിബൽ ആണ്. ഡെസിബൽ. ഈ ഡെസിബൽ എങ്ങനെയാണ് എഴുതുന്നത്? സ്മോൾ ലെറ്റർ ഡിയും ക്യാപിറ്റൽ ലെറ്റർ ബിയും ആണ് കേട്ടോ. അപ്പോൾ ഇത് ഡെസിബൽ മീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചിട്ടാണ് അളക്കുന്നത്. ഡെസിബൽ മീറ്റർ എന്ന ഉപകരണം ഉപയോഗിച്ചിട്ടാണ് ഉച്ചത അളക്കുന്നത്. അപ്പോൾ ഉച്ചതയുടെ ഒരു യൂണിറ്റ് ഡെസിബൽ ആണെന്ന് പറഞ്ഞു. മറ്റൊരു യൂണിറ്റാണ് ബെല്ല്. ഓക്കെ, ബെല്ല്. ഈ ബെല്ലിൻ്റെ ചെറിയ യൂണിറ്റാണ് ഡെസിബൽ. ഓക്കെ, ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി നമുക്ക് ശബ്ദപ്രേഷണവുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നോക്കാം. ശബ്ദപ്രേഷണം, പ്രൊപ്പഗേഷൻ ഓഫ് സൗണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇവിടെ ഉള്ളൊരു പോയിന്റ് എന്ന് പറയുന്നത് ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താണ്? ഒരു മാധ്യമം ആവശ്യമാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണെന്നുള്ള പോയിന്റാണ് ഇവിടെ പഠിക്കേണ്ടത്. അതുകൂടാതെ ഇവിടെ അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിനെ കുറിച്ച് പറയുന്നുണ്ട്. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അലക്സാണ്ടർ ഗ്രഹാം ബെല്ല് 1847 മാർച്ച് 3 സ്കോട്ട്ലൻഡിലെ എഡിൻബർഗിലാണ് ജനിച്ചത്. തൻ്റെ 75-ാം വയസ്സിൽ 1922 ഓഗസ്റ്റ് 2 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മയും ഭാര്യയും ബധിരരായിരുന്നു. 1896 ഒക്ടോബർ 9 അലക്സാണ്ടർ ഗ്രഹാം ബെൽ തൻ്റെ സുഹൃത്തും അസിസ്റ്റന്റുമായ വാട്സണുമായി കേംബ്രിഡ്ജ് മുതൽ ബോസ്റ്റൺ വരെയുള്ള 2 കിലോമീറ്റർ ദൂരം കമ്പിയിലൂടെ സംസാരിച്ചുകൊണ്ട് ആദ്യത്തെ ടെലിഫോൺ ലോകത്തിന് സമർപ്പിച്ചു. അവിടെ നിന്ന് പോയിൻ്റൊന്നുമില്ല, പോയിൻ്റ് ഉള്ളത് ഈ ഭാഗത്താണ്. അലക്സാണ്ടർ ഗ്രഹാം ബെല്ലിൻ്റെ ബഹുമാനാർത്ഥമാണ് ഉച്ചതയുടെ യൂണിറ്റിന് ബെൽ എന്ന് പേര് നൽകിയിട്ടുള്ളത്. ബെല്ല് എന്ന യൂണിറ്റിൻ്റെ ചെറിയ അളവാണ് ഡെസിബൽ. ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ബെല്ല് എന്ന യൂണിറ്റിൻ്റെ ചെറിയ അളവാണ് ഡെസിബൽ. ഈ ബെല്ലും ഡെസിബലും ഒക്കെ എന്തളക്കുന്നതാണ്? ഉച്ചതയുടെ യൂണിറ്റുകളാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ യൂണിറ്റാണ് ഡെസിബൽ എന്ന് പറയുന്നത്. ഡെസിബൽ മീറ്റർ ഉപയോഗിച്ചിട്ടാണ് ഉച്ചത അളക്കുന്നത്.
ക്ലിയർ ആണല്ലോ ഇത്രയും ഭാഗം. അപ്പോൾ ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമാണ്? മാധ്യമം ആവശ്യമാണ്. പിന്നെ ഈ ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ ഒരു ടേബിളാണ് കേട്ടോ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് 120 ഡെസിബലിൽ കൂടുതലുള്ള ശബ്ദമാണ്. അതുപോലെ തന്നെ ജെറ്റ് എഞ്ചിൻ 100 മീറ്റർ അകലെ ആയിരിക്കുമ്പോൾ അതിൻ്റെ ഏകദേശം ഉച്ചത എന്ന് പറയുന്നത് 110 to 140 ആണ്. അതുപോലെ റോക്കറ്റിൻ്റെ ആണെങ്കിൽ 140 ആണ് കേട്ടോ. വാഹനത്തിരക്കേറിയ റോട്ടിലാണെങ്കിൽ 80 to 90 ആണ്. പിന്നെ കാറ് 60 to 80, സാധാരണ സംഭാഷണം 40 to 60, ഇലകളുടെ മർമ്മരം 10 ഡെസിബലാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചെവിക്ക് വേദന ഉണ്ടാക്കുന്ന ശബ്ദം അത് പ്രത്യേകിച്ച് ഓർത്ത് വയ്ക്കുക. 120 ഡെസിബലിൽ കൂടുതലാണെങ്കിൽ എന്താണ്? ചെവിക്ക് വേദന ഉളവാക്കുന്നതാണ് കേട്ടോ. ഇനി ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്ത് വേണം? മാധ്യമം ആവശ്യമാണ് എന്നാണ് നമ്മൾ പഠിച്ചൊരു പോയിന്റ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ഇനി നമുക്ക് ഇവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. എന്താണ് ചോദ്യം? ബഹിരാകാശ സഞ്ചാരികൾ ആശയവിനിമയത്തിനായിട്ട് റേഡിയോ സംവിധാനം ഉപയോഗിക്കുന്നുണ്ട്. എന്താണ്? ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ബഹിരാകാശത്ത് എന്തില്ല? വായുവില്ല. അപ്പോൾ നമ്മുടെ ശബ്ദത്തിന് സഞ്ചരിക്കാനുള്ള മാധ്യമം അവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? റേഡിയോ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നു. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പോയിന്റിലൂടെ ഉള്ള കാര്യങ്ങൾ. ഇനി ശബ്ദത്തിന് വായുവിലൂടെ മാത്രമല്ല മറ്റുള്ള ഭൗതിക വസ്തുക്കളിലൂടെയും എന്താണ് പ്രേഷണം ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് നോക്കാം. ഇവിടെ ഒരു എക്സ്പെരിമെൻ്റ് കുട്ടികൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. സ്റ്റീൽ സ്പൂണും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള എക്സ്പെരിമെൻറ്റ്. പക്ഷേ നമ്മളിപ്പോൾ അതൊന്നും പഠിക്കുന്നില്ല. നമ്മളുടെ പോയിന്റ് ഇതാണ്. എന്താണ്? ശൂന്യതയിലെ ശബ്ദത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. ശൂന്യതയിൽ ശബ്ദവേഗത എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ ശബ്ദം ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് ഖരപദാർത്ഥങ്ങളിലൂടെയാണ്. ശബ്ദം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഓക്കെ, വാതകങ്ങളിലാണെങ്കിൽ ശബ്ദവേഗത ഏറ്റവും കുറവായിരിക്കും. വാതകങ്ങളിൽ ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കുറവും. അതുപോലെ ലിക്വിഡ് ആണെങ്കിലോ ഇതിൻ്റെ ഒരു മീഡിയം ആയിരിക്കും വരിക. ഓക്കെ, ഖരത്തിൽ ഏറ്റവും കൂടുതൽ, പിന്നീട് ദ്രാവകത്തിൽ, പിന്നീട് വാതകത്തിൽ. ഓക്കെ, അപ്പോൾ വാതകത്തിൽ അല്ലെങ്കിൽ വായുവിൽ നമ്മളുടെ ശബ്ദത്തിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇവിടെ വാതകത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് 340 മീറ്റർ പെർ സെക്കൻഡ് ആണ് അതിൻ്റെ ഒരു അളവെന്ന് പറയുന്നത്. ഓർത്ത് വയ്ക്കണേ. ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തേക്ക് വരാം. ശ്രവണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ശ്രവണം, ശബ്ദം ഇവിടെ പറയുന്ന പോയിന്റ് എന്താ? ശബ്ദം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു ഓൾറെഡി. എങ്ങനെയാണ്? ശബ്ദം കമ്പനം മൂലമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ശബ്ദം കമ്പനം മൂലമാണ് ഉണ്ടാകുന്നത് എന്നും ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് എന്നും നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് നോക്കേണ്ടത് ശ്രവണ പരിധി അല്ലെങ്കിൽ ലിമിറ്റ്സ് ഓഫ് ഓഡിബിലിറ്റി എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഇവിടെ കേൾവി ശക്തിയുള്ള ഒരാൾക്ക് എല്ലാ ശബ്ദവും കേൾക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ ശബ്ദവും, നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടാകുന്ന എല്ലാ ശബ്ദവും കേൾക്കാൻ സാധിക്കുമോ? ഇല്ല. മനുഷ്യരെ സംബന്ധിച്ച് അവർക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള കാര്യങ്ങളാണ് കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അല്ലേ. മനുഷ്യരെ സംബന്ധിച്ച് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ് വരെയുള്ള കാര്യങ്ങൾ മാത്രമേ കേൾക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിലിൻ്റെ ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഗാൾട്ടൺ വിസിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഹെർട്സ് എത്രയാണ്? 30,000 ആണ് കേട്ടോ. 30,000 ഹെർട്സ് ആണ് അതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിലിൻ്റെ ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായോ? എന്തുകൊണ്ടാണ്? മനുഷ്യന് കേൾക്കാൻ കഴിയുന്നത് എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള കാര്യങ്ങളാണ്. ഈ ഗാൾട്ടൺ വിസിൽ ആണെങ്കിൽ അതിൻ്റെ ഹെർട്സ് എന്ന് പറയുന്നത് എത്രയാണ്? 30,000 ആണ്. നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കില്ല. അടുത്ത പോയിന്റ്, പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നോടിയായി പക്ഷികളും മൃഗങ്ങളും അസാധാരണ പെരുമാറ്റം പ്രകടിപ്പിക്കും. കാരണം എന്താണ്? മനുഷ്യർ കേൾക്കാൻ പറ്റാത്തതിനേക്കാൾ കുറഞ്ഞതോ കൂടിയതോ ആയിട്ടുള്ള ശബ്ദങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവർ പക്ഷികളും മൃഗങ്ങളും കേൾക്കുന്നുണ്ട്. പിന്നെ വവ്വാലുകൾക്ക് ഇരുട്ടിലും സുഖവുമായി സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഇനിയും. വസ്തുക്കളുടെ കമ്പനം മൂലം 1,00,000 ഹെർട്സിലും കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളും പ്രകൃതിയിൽ ഉണ്ടാകുന്നുണ്ട്. എല്ലാ ആവൃത്തിയിലുള്ള ശബ്ദവും മനുഷ്യന് കേൾക്കാനായിട്ട് സാധ്യമല്ല. മനുഷ്യന് 20 തൊട്ട് 20,000 ഹെർട്സ് വരെയുള്ള കാര്യങ്ങളാണ് കേൾക്കുള്ളൂ. അതായത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ ആവൃത്തിക്ക് എന്തുണ്ട്? ഒരു പരിധിയുണ്ട്. അപ്പോൾ ശരിയായ കേൾവി ശക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ കുറഞ്ഞ പരിധി ഏകദേശം 20 ഹെർട്സും കൂടിയ പരിധി എന്നത് ഏകദേശം 20,000 ഹെർട്സ്
ഹെർട്സും ആണ്. അപ്പോൾ ഈ ഒരു പരിധി വ്യക്തികൾക്കനുസരിച്ച് വ്യത്യാസം ഉണ്ടെന്നുള്ളത് വേറൊരു കാര്യം. അപ്പോൾ എന്തായാലും കോമൺലി നമ്മൾ പറയുകയാണെങ്കിൽ 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയുള്ള കാര്യങ്ങളാണ് മനുഷ്യർക്ക് കേൾക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഈ 20,000 ഹെർട്സ് എന്ന് പറഞ്ഞാൽ അതിന് പകരം ചിലപ്പോൾ നമുക്ക് 20 കിലോ ഹെർട്സ് എന്നും തന്നേക്കാം. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് തന്നെയാണ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. ഇനി അടുത്തത് ഇവിടെ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് താഴെ കൊടുത്തിട്ടുള്ളൊരു ചിത്രം. ഈ ഒരു ചിത്രം ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് നോക്കിക്കോളൂ. കണ്ടോ, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന സൗണ്ട് 20 തൊട്ട് 20,000 ഹെർട്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതിലും താഴെയുള്ള സൗണ്ടുകളുണ്ട് അല്ലേ. 20 ഹെർട്സിൽ താഴെയുള്ള സൗണ്ടുകൾ ഇൻഫ്രാസോണിക് സൗണ്ടുകളും അതുപോലെ 20,000 ഹെർട്സിൽ എബവ് ആയിട്ടുള്ള സൗണ്ടുകൾ നമുക്ക് അൾട്രാസോണിക് സൗണ്ടുകളെന്നും പറയാം. അപ്പം മനുഷ്യൻ്റെ ശ്രവണ സാന്നിധ്യം തന്നിട്ടുണ്ട്. അതുപോലെ ഭൂകമ്പ തരംഗങ്ങൾ, എലികൾ, പ്രാവുകൾ, നിശാശലഭങ്ങൾ, ആന, വവ്വാൽ എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, നമുക്കിവിടെ ഒന്ന് പഠിക്കാൻ എളുപ്പത്തിന് നമുക്ക് അതിനെ ഇങ്ങനെ ഒന്ന് ഡിവൈഡ് ചെയ്യാം കേട്ടോ. നോക്കിയോ, ഇതാ ഇങ്ങനെ നോക്കാം. ഇനി മനുഷ്യ ശ്രവണ സാധ്യമായിട്ടുള്ള സൗണ്ട് നമ്മൾ പഠിച്ചു. എത്രയാണ്? 20 തൊട്ട് 20,000 ഹെർട്സ് വരെയാണ്. അപ്പോൾ അതിലും താഴെയുള്ള സൗണ്ടുകൾ, അതായത് ഭൂകമ്പ തരംഗങ്ങൾ ഉണ്ടാവുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടുകൾ ഒക്കെ ഇതിൽ വരിക ഇൻഫ്രാസോണിക് സൗണ്ടിലാണ് വരിക. അതുപോലെ പ്രാവുകൾക്കും ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കും കേട്ടോ. പ്രാവിന് മാത്രമല്ല, ആന, ജിറാഫ്, നീലത്തിമിംഗലം, ഇത് നോട്ട് ചെയ്ത് വെക്കണം, കാരണം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇൻഫ്രാസോണിക് ശബ്ദ തരംഗങ്ങൾ, ഭൂകമ്പ തരംഗങ്ങൾ, അതുപോലെ പ്രാവിനും ആനയ്ക്കും ജിറാഫിനും എല്ലാം എന്ത് ചെയ്യാം? ഈ ഇൻഫ്രാസോണിക് സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി അൾട്രാസോണിക് സൗണ്ട് ആണെങ്കിൽ അങ്ങനെ ആലോചിക്കുക, രാത്രിയുള്ള സംഭവങ്ങൾ, അത് നിശാശലഭങ്ങൾ, വവ്വാല്, അങ്ങനെയുള്ളതിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ അൾട്രാസോണിക് സൗണ്ട്സ് കേൾക്കാനായിട്ട് സാധിക്കും. എലി, വവ്വാല്, നിശാശലഭങ്ങൾ, കൂടാതെ ഡോൾഫിനൊക്കെ എന്താണ്? അൾട്രാസോണിക് സൗണ്ട് കേൾക്കാനായിട്ട് സാധിക്കും. 20,000 ഹെർട്സിൽ കൂടുതലുള്ള സൗണ്ടാണ്. അതുപോലെ നമ്മൾ നായകളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിൽ ഉണ്ടല്ലോ, അതിൻ്റെ ഹെർട്സ് എത്രയാണ്? 30,000 ആണ്. ഓക്കെ, അപ്പോൾ 20,000 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദത്തിനെ നമുക്ക് ഇൻഫ്രാസോണിക് ശബ്ദമെന്നും 20,000 ഹെർട്സിൽ എബവ് ആയിട്ട് വരുന്ന ശബ്ദത്തിനെ നമുക്ക് എന്തെന്നും പറയാം? അൾട്രാസോണിക് സൗണ്ട് എന്നും പറയാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ. അപ്പോൾ നോക്കിയാൽ മനുഷ്യന് കേൾക്കാൻ പറ്റാത്ത സൗണ്ടുകളായിട്ടുള്ള ഇൻഫ്രാസോണിക് സൗണ്ട് കേൾക്കാൻ പറ്റുന്നത് ആർക്കൊക്കെയാണ്? പ്രാവ്, ആന, ജിറാഫ്, കൂടാതെ ഭൂകമ്പ തരംഗങ്ങളൊക്കെ ഇൻഫ്രാസോണിക്കിലാണ് പെടുന്നത്. അൾട്രാസോണിക് സൗണ്ട് ആണെങ്കിൽ വവ്വാലിന്, അതുപോലെ നിശാശലഭങ്ങൾ, എലികൾ, പിന്നെ അത് കൂടാതെ തന്നെ നായ, പൂച്ച, പിന്നെ ഡോൾഫിൻ, പിന്നെ ഗാൾട്ടൺ വിസിലിൻ്റെ സൗണ്ട്, ഇതെല്ലാം അൾട്രാസോണിക്കിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ആക്കാം. ക്ലിയർ ആയല്ലോ? ഇനി ഇവിടെ മറ്റൊരു പോയിന്റ് തന്നിട്ടുള്ളത് എന്താ? വവ്വാലുകൾക്ക് അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കുവാനും കേൾക്കുവാനും സാധിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവയ്ക്ക് രാത്രിയിൽ സുഗമമായിട്ട് സഞ്ചരിക്കാൻ സാധിക്കുന്നത് ഈ ഒരു സൗണ്ട് കേൾക്കാൻ പറ്റുന്നതുകൊണ്ടാണ്. അപ്പോൾ അവരത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എക്കോ ലൊക്കേഷൻ എന്ന് പറയും. ഈ എക്കോ ലൊക്കേഷൻ പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? രാത്രിയിൽ സുഗമമായി സഞ്ചരിക്കുന്നതും ഇര പിടിക്കുന്നതും ഒക്കെ. ഇനി ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് ഉണ്ടാകുന്നത്. ഭൂകമ്പങ്ങൾ, അതുപോലെ നമ്മൾ പറഞ്ഞു എന്താണ്, അഗ്നിപർവ്വത സ്ഫോടനം, സുനാമി എന്നിവയൊക്കെ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങളാണ് ഉണ്ടാവുന്നത്. അത് നമുക്ക് കേൾക്കാൻ പറ്റില്ല അല്ലേ. എന്നാൽ ആ സമയത്ത് ചില ജന്തുക്കൾക്കൊക്കെ ആ ഒരു സമയത്ത് കേൾക്കാൻ പറ്റും. അപ്പോൾ അവരെന്ത് ചെയ്യും? അസാധാരണമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കും. ഇനി ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്? ശ്രവണ സഹായി, ഹിയറിംഗ് എയ്ഡിൻ്റെ ഒരു പ്രവർത്തനമാണ് ഇവിടെ തന്നിട്ടുള്ളത്. എങ്ങനെയാണെന്നാണ് നമുക്ക് നോക്കാം. കേൾവിക്കുറവുള്ളവർക്ക് കേൾവി അനുഭവം ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ശ്രവണ സഹായി. വിവിധ തരത്തിലും വലിപ്പത്തിലുമുള്ള ശ്രവണ സഹായികൾ ലഭ്യമാണ്. ശ്രവണ സഹായിക്ക് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? മൈക്രോഫോൺ ഉണ്ട്, ആംപ്ലിഫയർ ഉണ്ട്, ലൗഡ് സ്പീക്കർ ഉണ്ട്. അതിൽ ഈ മൈക്രോഫോൺ എന്താണ് ചെയ്യുന്നത്? മൈക്രോഫോൺ ശബ്ദോർജ്ജത്തെ ഇലക്ട്രിക് സിഗ്നലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ശബ്ദോർജ്ജത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുകയാണ് മൈക്രോഫോൺ ചെയ്യുന്നത്. ഇനി ആംപ്ലിഫയർ എന്താണ് ചെയ്യുന്നത്? ഈ ആംപ്ലിഫയർ നമ്മുടെ ഇലക്ട്രിക് സിഗ്നലുകളെ ഒന്ന് ആംപ്ലിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യും? കുറച്ചുകൂടെ വലിയ സൗണ്ട് അല്ലേ, വൈദ്യുത സിഗ്നലുകളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതായത് സ്മോൾ ഇയെ വലിയ ഇ ആക്കി മാറ്റുന്ന ആലോചിക്കാം. ഓക്കെ, വൈദ്യുത സിഗ്നലുകളെ ഒന്ന് ശക്തിപ്പെടുത്തും. ഇലക്ട്രിക് സിഗ്നലുകളെ സ്മോൾ ഇനെ വലിയ ഇ ആക്കി മാറ്റുമെന്ന് ആലോചിച്ച് വയ്ക്കുക കേട്ടോ. ഒന്ന് ഓർത്ത് വയ്ക്കാനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇനി ലൗഡ് സ്പീക്കർ എന്ത് ചെയ്യും? ലൗഡ് സ്പീക്കർ ശക്തി കൂടിയ, അതായത് നമ്മളിപ്പോൾ വലിയ ഈനെ എന്താക്കി മാറ്റണം? ഇനിയും ശബ്ദമാക്കിയിട്ട്
മാറ്റണം. ലൗഡ് സ്പീക്കറാണ് അത് ചെയ്യുന്നത്. ശക്തി കൂടിയ വൈദ്യുതി സിഗ്നലുകളെ ഉച്ചത കൂടിയ ശബ്ദമാക്കി മാറ്റി കർണപടത്തിൽ എത്തിക്കുന്നതാണ് ലൗഡ് സ്പീക്കർ. അപ്പോൾ നമ്മുടെ ഈ ഹിയറിംഗ് എയ്ഡിൽ 3 സംഭവങ്ങളാണുള്ളത്, പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്. മൈക്രോഫോൺ എന്താ ചെയ്യുന്നത്? ശബ്ദോർജ്ജത്തെ വൈദ്യുത സിഗ്നലുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആംപ്ലിഫയർ എന്ത് ചെയ്യും? ഈ വൈദ്യുത സിഗ്നലുകളെ എന്ത് ചെയ്യും? ഒന്ന് ആംപ്ലിഫൈ ചെയ്ത് വലുതാക്കും, ശക്തിപ്പെടുത്തും. ഓക്കെ, ഇനിയും ലൗഡ് സ്പീക്കർ ആണെങ്കിലോ ഈ ശക്തിപ്പെടുത്തിയിട്ടുള്ള വൈദ്യുത സിഗ്നലുകളെ ഉച്ചത കൂടിയ ശബ്ദമാക്കി മാറ്റിയിട്ട് കർണപടത്തിൽ എത്തിക്കും. അപ്പോൾ ഈ ശ്രവണ സഹായിക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള വൈദ്യുതി നൽകാൻ ഒരു ബാറ്ററിയും കൂടി ഈ ഒരു സംവിധാനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചിത്രമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. പല രീതിയിലുള്ള ഹിയറിംഗ് എയ്ഡ്സ് നമുക്ക് അവൈലബിൾ ആണിപ്പോൾ. ഇനി നമ്മുടെ ശ്രവണ പരിധിയെക്കുറിച്ച് ഇവിടെ നോക്കാം കേട്ടോ. ശ്രവണ പരിധിയെക്കുറിച്ച് ഒരു ടേബിൾ തന്നിട്ടുണ്ട്. നായയ്ക്ക് കേൾക്കാൻ കഴിയുന്ന ഏറ്റവും കുറഞ്ഞ സൗണ്ട് എന്ന് പറയുന്നത് 67 ഹെർട്സ് ആണ്. കൂടുതലെന്ന് പറയുന്നത് ഏറ്റവും കൂടിയ സൗണ്ട് 45 ആണ്, 45,000 കേട്ടോ. പൂച്ചയാണെങ്കിലോ 45 to 64, പശു 23 to 35, കുതിര 55 to 33,500, എലിയാണെങ്കിൽ 1000 to 91,000, വവ്വാല് 2000 to 1,23,000, ആന 16 to 12,000, സ്വർണ്ണ മത്സ്യം 20 to 3,000, കോഴി 125 to 2,000. അപ്പോൾ ഈ ഒരു ടേബിളും നമ്മളിവിടെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ടേബിളും അതോടൊപ്പം ഇവിടെ മുകളിൽ തന്നിട്ടുള്ള ഈ ഒരു ചിത്രം കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടാണ് PSC PYQ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടേബിളും ഈ പറഞ്ഞ ടേബിളും നമ്മൾ ഈ പറഞ്ഞ ചിത്രവും ഒന്ന് നന്നായിട്ട് മനസ്സിരുത്തി നോക്കുക. അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുന്നത് എപ്പോഴൊക്കെയാണ്? അഗ്നിപർവ്വത സ്ഫോടന സമയത്ത്, സുനാമിയുടെ സമയത്ത്, അതുകൂടാതെ തന്നെ ഭൂകമ്പ തരംഗങ്ങൾ ഉണ്ടാകുമ്പോൾ, പിന്നെ അതുകൂടാതെ പ്രാവ്, ആന, ജിറാഫ് എന്നീ ജീവികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇൻഫ്രാസോണിക് ശബ്ദ തരംഗങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കും. ക്ലിയർ ആണല്ലോ. ഇനി അൾട്രാസോണിക് ആണെങ്കിലോ? അൾട്രാസോണിക് ശബ്ദമാണെങ്കിൽ നമ്മളുടെ എലി, വവ്വാല്, നായ, പൂച്ച, നിശാശലഭങ്ങൾ, ഡോൾഫിൻ, പിന്നെ ഗാൾട്ടൺ വിസിലിൻ്റെ സൗണ്ട്, അതൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആവുന്നത് അൾട്രാസോണിക്കിലാണ്. 20,000 ഹെർട്സിൽ കൂടുതലുള്ള സൗണ്ടുകളെയാണ് എന്ത് പറയുക? അൾട്രാസോണിക് ശബ്ദങ്ങളെന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇനി നമുക്കിവിടെ അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. കടലിൽ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് സൊണാർ എന്ന ഉപകരണത്തിൽ ഉപയോഗപ്പെടുത്തുന്നത് അൾട്രാസോണിക് തരംഗങ്ങളാണ്. ഇത് PYQ ആണേ. അപ്പോൾ സൊണാർ എന്ന് പറയുമ്പോൾ സൗണ്ട് നാവിഗേഷൻ, അതിൻ്റെ ഫുൾ ഫോം ഒന്ന് നോക്കണേ. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണ് കേട്ടോ. ഇതിൽ SO എന്ന് പറയുമ്പോൾ സൗണ്ടാണ് വരുന്നത്, പിന്നെ നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് അങ്ങനെയാണ് വരുന്നിട്ടുള്ളത് കേട്ടോ. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് ആണെന്നാണ് സൊണാറിൻ്റെ ഫുൾ ഫോം. ഓർത്ത് വയ്ക്കുക കേട്ടോ. കടലിൻ്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് ഈ സൊണാർ. അപ്പോൾ ഈ സൊണാറിൽ ഉപയോഗപ്പെടുത്തുന്നത് അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളാണ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. പിന്നെ അതുകൂടാതെ തന്നെ വൈദ്യശാസ്ത്രത്തിൽ ഇവിടെ ഉണ്ട്. വൈദ്യശാസ്ത്രത്തിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ എക്കോ കാർഡിയോഗ്രാഫിയും അതുപോലെ ആന്തര അവയവങ്ങളുടെ ചിത്രങ്ങളൊക്കെ എടുക്കാനൊക്കെ ഈ അൾട്രാസോണിക് ശബ്ദ തരംഗങ്ങളാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത് ഓർത്ത് വയ്ക്കുക കേട്ടോ. അൾട്രാസോണിക് ശബ്ദത്തിൻ്റെ അപ്പോൾ എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് പറഞ്ഞത്? സൊണാർ കടലിൻ്റെ ആഴം അളക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ രോഗനിർണയത്തിന് വേണ്ടിയിട്ടും എക്കോ കാർഡിയോഗ്രാഫി ആന്തര അവയവങ്ങളുടെ ചിത്രങ്ങൾ എടുക്കാനൊക്കെ എന്താണ് ഉപയോഗിക്കുന്നത്? ഈ അൾട്രാസോണിക് തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇനി ശബ്ദമലിനീകരണം എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന് സുഖകരമായിട്ടുള്ള ഒരു ശബ്ദം എന്ന് പറയുന്നത്, കേൾക്കാൻ കഴിയുന്ന ശബ്ദം എന്ന് പറയുന്നത് 20 to 20,000 ആണ്. അതിൽ തന്നെ നമുക്ക് 120 ഡെസിബലിൽ കൂടുതലുള്ള ശബ്ദം കേട്ടാൽ നമുക്ക് ചെവിക്ക് വേദന ഉളവാക്കും, നമ്മൾ പഠിച്ചു അല്ലേ? അപ്പം മനുഷ്യന് അസുഖകരമായിട്ടുള്ള രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ശബ്ദമലിനീകരണം എന്ന് പറയുന്നത്. ഇനി ശബ്ദമലിനീകരണത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ശബ്ദമലിനീകരണത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ ആണ് കേട്ടോ. അപ്പോൾ ശബ്ദമലിനീകരണത്തിൻ്റെ യൂണിറ്റ് ഡെസിബൽ ആണ്. ഉച്ചതയുടെ യൂണിറ്റ് ആയിട്ടുള്ള ഡെസിബൽ ആണ് എന്ത് ചെയ്തത്? ശബ്ദമലിനീകരണത്തിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ശബ്ദമലിനീകരണം എങ്ങനെയൊക്കെ കുറയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം, നമുക്ക് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാം. നോക്കിയോ, വാഹനങ്ങളിൽ എയർ ഹോണുകൾ ഉപയോഗിക്കുന്നത് നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. കണ്ടോ, നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. ഇനി ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾക്ക് പകരം ബോക്സ് ടൈപ്പ് ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കാം.
അതുപോലെ വാഹനങ്ങളുടെ സൈലൻസറുകൾ ശരിയാം വിധം പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ ശബ്ദ മലിനീകരണത്തിൽ നിന്ന് രക്ഷ നേടാൻ ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതുകൊണ്ട് എന്തൊക്കെ ഉപയോഗങ്ങളുണ്ടെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ശബ്ദ മലിനീകരണത്തിൽ നിന്ന് രക്ഷ നേടാൻ ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. മരങ്ങൾക്ക് ശബ്ദോർജ്ജത്തെ ആഗിരണം ചെയ്ത് ശബ്ദം കുറയ്ക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് വായു മലിനീകരണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി മാത്രമല്ല, ഇതിനു വേണ്ടിയിട്ടാണ് ശബ്ദോർജ്ജത്തെ ആഗിരണം ചെയ്ത് ശബ്ദ മലിനീകരണത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ടും നമുക്ക് ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം. അതുപോലെ രാവിലെ 6 മണിക്ക് മുൻപും രാത്രി 10 മണിക്ക് ശേഷവും പൊതുസ്ഥലങ്ങളിൽ ലൗഡ് സ്പീക്കർ ഉപയോഗിക്കരുത് എന്നും പറയുന്നുണ്ട്. ഇനി ഇവിടെ ഒരു റേഞ്ചും കൂടി പറയുന്നുണ്ട്. എന്താണ്? ആശുപത്രികൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയവയുടെ പരിസരത്ത് 50 ഡെസിബലിന് മുകളിൽ ശബ്ദം ഉണ്ടാക്കരുത്. ഓക്കെ, ശബ്ദ നിയന്ത്രണമുള്ള സ്ഥലങ്ങളിലെ ശബ്ദത്തിന്റെ പരിധി എന്ന് പറയുന്നത് 50 ഡെസിബൽ ആണ്. 50 ഡെസിബൽ. ആശുപത്രികൾ, വിദ്യാലയങ്ങൾ തുടങ്ങിയവയുടെ പരിസരത്ത് 50 ഡെസിബലിന് മുകളിൽ ശബ്ദം ഉണ്ടാകാനായിട്ട് പാടില്ല എന്ന് ഓർത്തു വയ്ക്കുക. അതായത് ശബ്ദ നിയന്ത്രണം, പൊതുവെ ശബ്ദ നിയന്ത്രണമുള്ള സ്ഥലങ്ങളിലൊക്കെ ശബ്ദത്തിന്റെ പരിധി എന്ന് പറയുന്നത് 50 ഹെർട്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ശബ്ദവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് 8th സ്റ്റാൻഡേർഡിലെ 19ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഇനി ഇത് കൂടാതെ നമ്മൾ പഠിക്കേണ്ട 2 ലെസൺസ് എന്ന് പറയുന്നത് 9th സ്റ്റാൻഡേർഡിലെ 8th ലെസൺ ശബ്ദം, ന്യൂ SCERT ആണ്. അതുപോലെ തന്നെ 10th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ലെസൺ ഉണ്ട് ശബ്ദ തരംഗങ്ങൾ. ഈ 2 ചാപ്റ്ററും കൂടി നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ശബ്ദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ SCERT ചാപ്റ്റേഴ്സും ക്ലാസ് 5 to 10 വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കവർ ആവും. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമ്മൾ 9th സ്റ്റാൻഡേർഡിലെ ഈ ഒരു 8th ലെസൺ ശബ്ദം എന്ന ടോപ്പിക്ക് പഠിക്കും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ച മിക്കവാറും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ഉള്ളത്. ഒരുപാട് അഡീഷണൽ ഫാക്ടൊന്നും ഇല്ല. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. നല്ല സപ്പോർട്ട് നമുക്ക് തരിക. എന്നാലാണ് തുടർന്നുള്ള ക്ലാസ്സുകളൊക്കെ ഇതുപോലെ നമുക്ക് ചെയ്തു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ടോപ്പിക് വൈസായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾക്കത് ഒരുപാട് യൂസ്ഫുൾ ആവും കേട്ടോ. കാരണം നാളെ ഒരിക്കൽ നമുക്കൊന്ന് റിവൈസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വേഗം ഒന്ന് വീഡിയോ എടുത്തിട്ടൊന്ന് ഡബിൾ സ്പീഡിലൊക്കെ ഇട്ട് കാണുമ്പോൾ പെട്ടെന്നൊരു റിവിഷനും ആകും. ഓക്കെ, അപ്പോൾ SCERTക്ക് നമ്മുടെ PSC എക്സാമുകളിലുള്ള ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഒരു ഇമ്പോർട്ടൻസ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കുക. എല്ലാ സപ്പോർട്ടും തരിക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.